നമസ്കാരം. ഈ അടുത്ത കാലത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിൽ വലിയൊരു ചോദ്യമുയർന്നു. അതൊരു കേന്ദ്രമന്ത്രിയെക്കുറിച്ചായിരുന്നു. സുരേഷ് ഗോപി എവിടെ? സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വേദികളിലും ഈ ചോദ്യം പലപ്പോഴും പരിഹാസത്തിന്റെയും വിമർശനത്തിന്റെയും രൂപത്തിൽ മുഴങ്ങിക്കേട്ടു. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പോലീസിൽ പരാതി നൽകി. മന്ത്രി വി ശിവൻകുട്ടി പരിഹസിച്ചു. ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ പോലും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തെ വിമർശിച്ചു. ചില മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തപ്പോഴും ഒഡീഷയിൽ കന്യാസ്ത്രീകളും വൈദികരും ആക്രമിക്കപ്പെട്ടപ്പോഴും ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി പ്രതികരിച്ചില്ല എന്നതായിരുന്നു വിമർശനങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം. ഈ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാതെ സുരേഷ് ഗോപി ഒളിവിലാണോ എന്ന് പലരും ചോദിച്ചു. എന്നാൽ ഈ വിമർശനങ്ങളുടെ ബഹളങ്ങൾക്കിടയിലും സുരേഷ് ഗോപി തന്റെ കേന്ദ്രമന്ത്രി പദവിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിലൊന്ന് നിറവേറ്റുകയായിരുന്നു. അദ്ദേഹം ഒളിവിലായിരുന്നില്ല, മറിച്ച് കലാപ കലുഷിതമായ മണിപ്പൂരിൽ സമാധാനത്തിന്റെ പാലമായി പ്രവർത്തിക്കുകയായിരുന്നു. മാസങ്ങളോളം കലാപം കാരണം രാജ്യം ഉറ്റുനോക്കിയ ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ. അവിടെ സാധാരണക്കാർ ഭയത്തിൽ ജീവിച്ചപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും മടിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് പോകാനായി ധൈര്യം കാണിച്ചത്. ഒരു സാധാരണ ഔദ്യോഗിക സന്ദർശനം എന്നതിനപ്പുറം അതൊരു ദൗത്യമായിരുന്നു. മണിപ്പൂരിലെ മുറിവുകൾ ഉണക്കാനും അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ വെളിച്ചം കൊണ്ടുവരാനും വേണ്ടിയുള്ള ഒരു യാത്ര. കനത്ത സുരക്ഷ വേണ്ട ഒരു പ്രദേശമായിരുന്നിട്ട് കൂടി സുരേഷ് ഗോപി സുരക്ഷാ അകമ്പടികൾ കുറച്ച് സാധാരണക്കാരനായ ഒരാളെ പോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ബിഷ്ണുപൂർ ജില്ലയിലെ ആശുപത്രിയിൽ അദ്ദേഹം നേരിട്ടെത്തി അവിടെ രോഗികളായ കുട്ടികളോട് സംസാരിച്ചു. അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. കുട്ടികളോടും ഡോക്ടർമാരോടും ഹിന്ദിയിൽ സംസാരിച്ച അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഈ പ്രവർത്തികൾ നൽകിയ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. മണിപ്പൂർ സുരക്ഷിതമാണ്, രാജ്യം നിങ്ങളോടൊപ്പമുണ്ട്. ഇത് വെറും വാക്കുകളായിരുന്നില്ല, മറിച്ചൊരു കേന്ദ്രമന്ത്രി ജനങ്ങളിലേക്ക് ഇറങ്ങി നൽകിയ ഉറപ്പായിരുന്നു. കേരളത്തിലെ വിമർശനങ്ങളുടെ ആരവങ്ങൾക്കിടയിലും സുരേഷ് ഗോപിയുടെ ധീരമായ ഇടപെടൽ ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധയാണ് നേടിയത്. മണിപ്പൂരിലെ വിനോദസഞ്ചാര മേഖലയുടെ സാധ്യതകൾ വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ചും വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും അദ്ദേഹം വിശദമായ ചർച്ചകൾ നടത്തി. കലാപബാധിത പ്രദേശങ്ങളിൽ ടൂറിസം പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ പലരും മടിക്കുമ്പോഴാണ് സുരേഷ് ഗോപി ഈ വെല്ലുവിളി ഏറ്റെടുത്തത്. ഇതൊരു കേന്ദ്രമന്ത്രിയുടെ ഉത്തരവാദിത്ത ബോധം മാത്രമല്ല, ആത്മാർത്ഥത കൂടിയാണ് കാണിക്കുന്നത്. മണിപ്പൂരിലെ പ്രത്യേക സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ഈ യാത്രയെ ദേശീയ തലത്തിൽ ഇത്രയധികം ചർച്ചാ വിഷയമാക്കിയത്. ഭരണകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സുരേഷ് ഗോപി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. സിനിമാ ഷൂട്ടിംഗ് തിരക്കുകൾ തീർന്നതോടെ വിവാദ വിഷയങ്ങളിൽ നിന്നും അകന്നു നിന്ന് തന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അനാവശ്യ വിവാദങ്ങൾക്ക് മറുപടി പറയാതെ പ്രവൃത്തികളിലൂടെ മറുപടി നൽകുക എന്ന നയമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ വാക്കുകളേക്കാൾ ശക്തിയുണ്ട് പ്രവർത്തികൾക്ക്. സുരേഷ് ഗോപി നൽകിയത് ആ സന്ദേശമാണ്. മണിപ്പൂരിലെ മുറിവുണക്കാനും ആ സംസ്ഥാനത്തിന് പുതിയ പ്രതീക്ഷ നൽകാനും അദ്ദേഹം കാണിച്ച ധൈര്യവും അർപ്പണബോധവും ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നു. കേരളത്തിൽ അദ്ദേഹത്തെ കാണാനില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചവർ പോലും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? സുരേഷ് ഗോപിയുടെ ഈ ഇടപെടൽ ഒരു കേന്ദ്രമന്ത്രിയുടെ ശരിയായ ഉത്തരവാദിത്തമല്ലേ? നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.